Good morning. Welcome back to Corporate Accounting. Today we discuss the treatment of some important items relating to insurance accounts. First one, outstanding claims. നമ്മൾ എങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്, അതേപോലെ തന്നെ റീഇൻഷുറൻസ് ക്ലെയിം, ആനിറ്റീസ് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് ആനിറ്റീസ്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് ഇൻഷുറൻസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ എവിടെയാണ് കാണിക്കുക, അതേപോലെ തന്നെ ട്രയൽ ബാലൻസിൽ തന്നാൽ എവിടെയാണ് എഴുതുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതിൽ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് നമ്മൾക്ക് 3 ടൈപ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് വൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, അതായത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് നമ്മൾക്ക് ഫസ്റ്റ് വൺ ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതെന്ത് ചെയ്യണം? റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസ് പെയ്ഡിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കണം ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. നെക്സ്റ്റ് അറ്റ് ദി എൻഡ് ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് 2 ടൈപ്പിൽ തരാം. ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിലും തരാം, അതേപോലെ തന്നെ ട്രയൽ ബാലൻസിലും തരാം. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് 2 സ്ഥലങ്ങളിൽ എഴുതണം. ആഡഡ് ടു ക്ലെയിംസ് പെയ്ഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസ് പെയ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സെക്കൻഡ് വൺ ഷോൺ ആസ് കറണ്ട് ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ഇൻ ഷെഡ്യൂൾ 13. നമ്മളത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഹെഡ് എന്താ എഴുതുക? എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. ഷെഡ്യൂൾ 13 പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളിത് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്നുള്ള പേരിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും. ഇതിൽ ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരികയാണെങ്കിൽ. നേരെ തിരിച്ച് ഗിവൺ ഇൻ ട്രയൽ ബാലൻസിൽ മാത്രമാണ് നമ്മൾക്കിത് തരുന്നത് വെച്ചാൽ എവിടേക്കാണ്? ഷോൺ ആസ് കറണ്ട് ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. ബാലൻസ് ഷീറ്റിൽ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഹെഡിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. നെക്സ്റ്റ് റീഇൻഷുറൻസ് ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ ഇൻഷുറർ. അതിൽ 2 തരത്തിൽ തരാം. ഗിവൺ ഇൻ ട്രയൽ ബാലൻസും ഉണ്ട്, ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസ് പെയ്ഡിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. അതായത് ക്ലെയിംസിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ റവന്യൂ അക്കൗണ്ടിലും ചെയ്യും. അതേപോലെ തന്നെ അതർ അസറ്റ്സ് അണ്ടർ ദ ഹെഡ് എമൗണ്ട് ഡ്യൂ ഫ്രം റീഇൻഷുറേഴ്സ് ഇൻ ഷെഡ്യൂൾ 12 അതർ അസറ്റ്സ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യും? അത് കാണിക്കും ഷെഡ്യൂൾ 12. നെക്സ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരൈറ്റമാണ് ആനിറ്റീസ് പെയ്ഡ് ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മളത് റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ 4 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ആനിറ്റീസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ആനിറ്റീസ് ഇതേപോലെ ക്ലെയിം പോലെ തന്നെ ബിഗിനിങ് ആണെങ്കിൽ ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ആനിറ്റീസ് പെയ്ഡ് റവന്യൂ അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ് ബിഗിനിങ്ങിൽ ആനിറ്റീസ് പെയ്ഡിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും. എൻഡിൽ 2 ടൈപ്പിൽ തരാം. ഒന്നുകിൽ ട്രയൽ ബാലൻസിൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ആനിറ്റീസ് പെയ്ഡ് റവന്യൂ അക്കൗണ്ടിൽ ആനിറ്റീസ് പെയ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. എൻഡിൽ ക്ലോസിങ്ങിൽ കേട്ടോ. ബിഗിനിങ്ങിലാണ് ലെസ് ചെയ്ത് കാണിക്കുക, എൻഡിൽ ആഡ് ചെയ്ത് കാണിക്കും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ആനിറ്റീസ് ഡ്യൂ ആൻഡ് അൺപെയ്ഡ് എന്നുള്ള ഹെഡിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടും ട്രീറ്റ് ചെയ്യും ഷെഡ്യൂൾ 13 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ട്രയൽ ബാലൻസിലാണ് കാണിക്കുന്നത് വെച്ചാൽ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ബോണസ് 3 ടൈപ്പാണ് പറയുന്നത്. ബോണസ് ഇൻ ക്യാഷ് ഉണ്ട്, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഉണ്ട്, ഇൻ്ററിം ബോണസ് ഉണ്ട്. ബോണസ് ഇൻ ക്യാഷ് ആണെങ്കിൽ ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഷോൺ ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ ഹെഡിൽ റവന്യൂ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആണെങ്കിൽ ഗിവൺ ഇൻ ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതേപോലെ തന്നെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ അണ്ടറിൽ. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒന്നാമത് ഇതേപോലെ തന്നെ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കും. സെക്കൻഡ് വൺ പറയുന്നത് റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ 1 പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടും ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം കാണിക്കും. നെക്സ്റ്റ് തേർഡ് വൺ ഇൻ്ററിം ബോണസ് നമ്മൾ ആഡഡ് ടു ക്ലെയിംസ് അണ്ടർ ബെനിഫിറ്റ്സ് പെയ്ഡ് ഇൻ ഷെഡ്യൂൾ 4 ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്ലെയിംസ്.
ക്ലെയിംസിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ ഹെഡിൽ ക്ലെയിംസിൻ്റെ കൂടെ അത് ആഡ് ചെയ്തിട്ട് കാണിക്കും. അതാണ് ഇൻ്ററിം ബോണസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഫസ്റ്റ് വൺ അറ്റ് ദ ബിഗിനിങ്, ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതേപോലെ തന്നെ എൻഡിൽ ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്നതുകൊണ്ട് ട്രയൽ ബാലൻസിൽ തരുന്നതുകൊണ്ട്. ഓപ്പണിങ്ങിൽ ട്രയൽ ബാലൻസിൽ തരുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്റ്റഡ് ഫ്രം പ്രീമിയം റിസീവ്ഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. ഷെഡ്യൂൾ 1 പ്രീമിയം റിസീവ്ഡിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കും ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം. ക്ലോസിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ഇതേപോലെ തന്നെ പ്രീമിയം റിസീവ്ഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ട് ആഡ് ചെയ്ത് കാണിക്കും ഷെഡ്യൂൾ 1. അതേപോലെ തന്നെ അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിലും കാണിക്കും ഷെഡ്യൂൾ 12 പ്രകാരം. ക്ലോസിങ്ങിൽ ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കില്ല. നമ്മളെവിടെ മാത്രമേ കാണിക്കുള്ളൂ, അസറ്റായിട്ട് എവിടെ, ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിൻ്റെ ഹെഡിൽ കാണിക്കും. നെക്സ്റ്റ് 7th വൺ അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ്. അറ്റ് ദ ബിഗിനിങ്ങിൽ ട്രയൽ ബാലൻസിൽ തന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് റിസീവ്ഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. റവന്യൂ അക്കൗണ്ടിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഹെഡിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റിൽ നിന്നും. ക്ലോസിങ്ങിൽ അറ്റ് ദ എൻഡ്, ക്ലോസിംഗ് ആണെങ്കിൽ നമ്മളെവിടേക്കാണ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് റവന്യൂ അക്കൗണ്ടിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഹെഡിൽ ആഡ് ചെയ്ത് കാണിക്കും. അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിലും കാണിക്കും. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരികയാണെങ്കിൽ. ഇനി ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ഷോൺ ആസ് എൻ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്. അസറ്റ്സ് ആയിട്ട് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇനി നെക്സ്റ്റ് വൺ റിവേഴ്ഷൻ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് കാണിക്കുക, ഷോൺ ആസ് എൻ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഹെഡിൽ അസറ്റായിട്ട് റിവേഴ്ഷൻ കാണിക്കും. നെക്സ്റ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, സൂപ്പർ അന്വേഷൻ ഫണ്ട്. ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ആണ്, ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഓഫ് ഫണ്ട് ആൻഡ് അക്കൗണ്ട്സ് ഷെഡ്യൂൾ 6 പ്രകാരം ബാലൻസ് ഓഫ് ഫണ്ട് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ളതിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അവിടെയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, സൂപ്പർ അന്വേഷൻ ഫണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിൽ ലാസ്റ്റ് വൺ ലൈഫ് അഷുറൻസ് ഫണ്ട്. ക്രെഡിറ്റ് ആണ് ട്രയൽ ബാലൻസിൽ, ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ഷെഡ്യൂൾ 7 ബോറോവിങ്സ്. അണ്ടർ ഷെഡ്യൂൾ 7 ബോറോവിങ്സ് നമ്മൾ ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈഫ് അഷുറൻസ് ഫണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി നമ്മളിത് പ്രോബ്ലത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്, എന്നാലും ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് പഠിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾക്കൊരു പ്രോബ്ലം നോക്കാം. The life insurance fund of an insurance company on 31st March 2017 was rupees 60 lakh before providing for dividend of rupees 20,000 for the year 2015-16. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. ബിഫോർ പ്രൊവൈഡിങ്, ഇതിൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപാണ്, 20,000 രൂപ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപുള്ള എമൗണ്ട്. വൈൽ അസർട്ടൈനിങ് ദ എബവ് ഫണ്ട് ഫിഗർ ദ ഫോളോയിങ് ഐറ്റംസ് വെർ ഒമിറ്റഡ്. അതായത് ഈ ഫണ്ട് അസർട്ടൈൻ ചെയ്യുന്നതിന് മുൻപ് ഈ സംഭവങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് rupees 63,000 ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് 10%. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 63,000 രൂപ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എങ്ങനെയാണ്, TDS ടാക്സ് അറ്റ് സോഴ്സ് 10% ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് 63,000. അപ്പോൾ അതിന് മുൻപുള്ളത് കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾക്ക് അറിയാം. സെക്കൻഡ് വൺ, ബോണസ് യൂട്ടിലൈസ്ഡ് ഫോർ റിഡക്ഷൻ ഓഫ് പ്രീമിയം 14,000. ബോണസ് റിഡക്ഷൻ, പ്രീമിയത്തിൻ്റെ ബോണസ് റിഡക്ഷൻ പറയുന്നത് 14,000 ആണ്. നെക്സ്റ്റ്, ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് യെറ്റ് അഡ്മിറ്റഡ്. ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്തു പക്ഷേ അഡ്മിറ്റഡ് അല്ല, അത് 36,000 ഉണ്ട്. നെക്സ്റ്റ്, ഡെത്ത് ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസ്. ഒരു ഡെത്ത് ക്ലെയിം നമുക്ക് റീഇൻഷുറൻസ് പ്രകാരം കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ 12,000. അപ്പോൾ ഇൻറ്റിമേറ്റ് ചെയ്ത് 36,000 കിട്ടി, കവർ ചെയ്തിട്ടുള്ളത് 12,000. അപ്പോൾ അത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം.
നെക്സ്റ്റ് കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡ് 9,000. നെക്സ്റ്റ് ഇൻ്ററിം ബോണസ് ഫോർ ദി വാല്യുവേഷൻ പീരീഡ് വാസ് ₹80,000. വാല്യുവേഷൻ പീരീഡിൽ ഇൻ്ററിം ബോണസ് പറയുന്നത് 80,000. നെറ്റ് ലയബിലിറ്റി ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വാസ് ₹50 lakhs. നെറ്റ് ലയബിലിറ്റി 50 ലക്ഷം. ഇറ്റ് ഈസ് നൗ പ്രൊപ്പോസ്ഡ് ടു ക്യാരി ഫോർവേഡ് 2,70,000. അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാരി ഫോർവേഡ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് 2,70,000. നെക്സ്റ്റ് വൺ പറയുന്നത് ദ കമ്പനി ഡിക്ലെയർഡ് എ റിവേഷണറി ബോണസ് ഓഫ് ₹12 പെർ ഷെയർ പെർ ₹1,000. കമ്പനി ഒരു റിവേഷണറി ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഓരോ 1000 രൂപയ്ക്കും 12 രൂപ വെച്ചിട്ട്. ആൻഡ് ഗേവ് ദ പോളിസി ഹോൾഡേഴ്സ് എൻ ഓപ്ഷൻ ടു ഗെറ്റ് ദ ബോണസ് ഇൻ ക്യാഷ്. അതേപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 5 രൂപ ക്യാഷായിട്ട് കിട്ടാൻ. ബോണസ് ഇൻ ക്യാഷ് ₹5 പെർ ₹1,000. ഓരോ 1000 രൂപയ്ക്കും 5 രൂപ വെച്ചിട്ട് ബോണസ് ക്യാഷായിട്ട് കിട്ടാൻ. ടോട്ടൽ ബിസിനസ് ഓഫ് ദ കമ്പനി ഈസ് 15 crore. ടോട്ടൽ ബിസിനസ് 15 കോടിയാണ്. 40% ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ് ഡിസൈഡഡ് ടു ഗെറ്റ് ബോണസ് ഇൻ ക്യാഷ്. 40% പോളിസി ഹോൾഡേഴ്സും ബോണസ് എങ്ങനെ കിട്ടണമെന്ന്, ക്യാഷായിട്ട് കിട്ടണം എന്നുള്ളത് തീരുമാനിച്ചു. പ്രിപ്പയർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2017. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സെക്കൻഡ് വൺ, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എമൗണ്ട് ഡ്യൂ ടു ദ പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിന് ഈ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ഓൾസോ ഗീവ് ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു റിവേഷണറി ബോണസ്. അതേപോലെ തന്നെ റിവേഷണറി ബോണസിൻ്റെ ബാലൻസ് ജേണൽ എൻട്രീസും തയ്യാറാക്കണം. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്, നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ആക്ച്വറീസ്. അവരുടെ വാല്യുവേഷന് നമ്മൾ ആക്ച്വറിയൽ വാല്യുവേഷൻ എന്ന് പറയുന്നു. അവരേത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്? വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ ഈ സർപ്ലസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? ലയബിലിറ്റി സൈഡിൽ നെറ്റ് ലയബിലിറ്റിയും അസറ്റ് സൈഡിൽ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടുമാണ് അതിൽ 2 എലമെൻറ്റ്സ്. ഫണ്ടാണ് കൂടുതലെങ്കിൽ അത് സർപ്ലസും, ലയബിലിറ്റി സൈഡാണ് കൂടുതലെങ്കിൽ അത് ഡെഫിസിറ്റുമായിട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് ആദ്യം വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റംസ് തന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ ഇതിൽ നമ്മളോട് പറയുമ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ട് ഓഫ് എൻ ഇൻഷുറൻസ് കമ്പനി 60 lakh തന്നിട്ടുണ്ട്. പക്ഷേ ആ 60 lakh ബിഫോർ പ്രൊവൈഡിങ് ഫോർ ഡിവിഡൻഡ് ഓഫ് ₹20,000 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫണ്ട് ഡയറക്റ്റ് ഫണ്ടല്ല, ഫണ്ടിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള കാരണം അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നമുക്ക് നെറ്റ് ലയബിലിറ്റി തന്നിട്ടുണ്ടോ നോക്കണം. നെറ്റ് ലയബിലിറ്റി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ 50 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യണം? അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എങ്ങനെയത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 31 March 2017. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് 60 lakh ആണ്, 60 ലക്ഷം. ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63,000 നമ്മൾക്ക് തന്നിട്ടുള്ളത് എന്നാണ്. കറക്റ്റ് 63,000 തന്നിട്ടുണ്ട്. 63 ആഫ്റ്റർ റിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് 10%. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എത്രയാണ്? 10% ആണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഗ്രോസ് എമൗണ്ട്, ആ വലിയ എമൗണ്ട് എത്രയാണ്? ഇത് 10% കുറച്ചിട്ടുള്ളതാണ് 63,000. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെങ്ങനെ ഗ്രോസ് എമൗണ്ട് കാണുക? നമ്മൾക്കറിയാം, കുറച്ചിട്ടുള്ള എമൗണ്ട് 63,000 തന്നിട്ടുണ്ട്, കുറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് 10%. അപ്പോൾ ബാക്കി എത്രയാണ്? ഈ 63,000 എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യയുടെ 90% ആണ്. 10% അതിലില്ല, 90% ആണ് 63,000. അപ്പോൾ ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക? 63,000 ഇൻറ്റു 100/90. അപ്പോൾ നമുക്ക് ആ സംഖ്യ കിട്ടി. ഇന്നർ കോളത്തിൽ 70,000 എഴുതുക. അതിൽ നിന്നും ലെസ് TDS ലെസ് ചെയ്യുക 10%. എത്ര TDS? 70,000 നിന്നും 7,000 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000 ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 63,000. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ? അപ്പോൾ അത് ആഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റാണ് ഓൾറെഡി അത് ഫണ്ടിലേക്ക് പോകേണ്ടതാണ്. ഇനി കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡഡ്, അതും ഫണ്ടിലേക്ക് പോകേണ്ട എമൗണ്ടാണ്. എത്രയാണ് എമൗണ്ട്? 9,000 ആണ്. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60,72,000 കിട്ടി.
ഇനി ഇതിൽ നിന്നും പുറത്ത് പോണ എമൗണ്ടുകൾ ഏതൊക്കെയാണ്? 2 ക്ലെയിം കൊടുക്കാനുണ്ട്. 2 ക്ലെയിം അല്ല, ക്ലെയിമിൻ്റെ 2 ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് യെറ്റ് അഡ്മിറ്റഡ് 36. ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റഡ് അല്ല 36,000. ഡെത്ത് ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസ്. നമുക്കൊരു ഡെത്ത് ക്ലെയിം കവറേജ് കിട്ടിയിട്ടുണ്ട് റീഇൻഷുറൻസിൻ്റെ. അത് എത്രയാണ്? 12,000. അപ്പോൾ ഈ 36,000-ൽ നിന്നും 12,000 മൈനസ് ചെയ്ത് ബാക്കി ഡെത്ത് ക്ലെയിം നമ്മൾ എത്ര ഇൻറ്റിമേറ്റഡ് ഉണ്ടാവുക? 24,000 ഉണ്ടായിരിക്കും. അപ്പോൾ അത് മൈനസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. പ്രീമിയത്തിൻ്റെ റിഡക്ഷന് വേണ്ടി ബോണസ് യൂട്ടിലൈസ് ചെയ്തത് 14,000. അപ്പോൾ ഈ 24,000-ഉം 14,000-ഉം കൂടി 38,000 എന്തിൽ നിന്ന് മൈനസ് ചെയ്യണം? ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 60,72,000 മൈനസ് 38,000. അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 60,34,000 കിട്ടും. 60,34,000. ഇനി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? വാല്യൂഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ലയബിലിറ്റി സൈഡിൽ 50 lakh, ലൈഫ് അഷുറൻസ് ഫണ്ട് 60,34,000. നമുക്ക് സർപ്ലസ് എത്ര കിട്ടി? 10,34,000 കിട്ടി. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു, 10,34,000 സർപ്ലസ്. ഇനി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ 10,34,000 നമ്മൾ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? പോളിസി ഹോൾഡേഴ്സിനൊക്കെ, ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ സർപ്ലസ് വാല്യൂഷൻ ബാലൻസ് ഷീറ്റ് പ്രകാരം സർപ്ലസ് വരുന്നത് എത്രയാണ്? 10,34,000. ആഡ് ഇൻ്ററിം ബോണസ് പെയ്ഡ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻ്ററിം ബോണസ് കൊടുത്തിട്ടുണ്ട്, 80,000 രൂപ ആഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ്ററിം ബോണസ് ആഡ് ചെയ്യണം. ലെസ് ഡിവിഡൻറ്റ് പെയ്ഡ്. ഡിവിഡൻറ്റ് 20,000 രൂപ ഉണ്ട്, അത് മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയായി? 10,94,000 ആയി. ഇനി ഇതിൽ നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 2,70,000 ഉണ്ട്, അതുകൂടെ മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ, ക്യാരി ഫോർവേഡ് മൈനസ് ചെയ്യണം 2,70,000. അപ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ എത്ര കിട്ടി? 8,24,000 കിട്ടി. ഇനി ഈ 8,24,000-ൽ നിന്നും എത്ര പെർസെൻറ്റേജാണ് പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് കൊടുക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് 95% പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് കൊടുക്കും. അപ്പോൾ 7,82,800 പോളിസി ഹോൾഡേഴ്സിന്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഇൻ്ററിം ബോണസ് വീണ്ടും മൈനസ് ചെയ്ത് കാണിക്കണം. 80,000 ഓൾറെഡി അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇൻ്ററിം ബോണസ്. അപ്പോൾ അവർക്കിനി ബാക്കി എത്ര കൊടുക്കാണ്ട്? എമൗണ്ട് ഡ്യൂ ടു പോളിസി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 7,02,800 പോളിസി ഹോൾഡേഴ്സിന്. ബാക്കി 5%, 8,24,000-ൻ്റെ 5% ആർക്ക് കിട്ടും? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. എത്ര എമൗണ്ട്? 41,200. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് വേണം? നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യണം. ജേണൽ എൻട്രി പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബോണസിൻ്റെ കാൽക്കുലേഷൻ. ഇനി എങ്ങനെയാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളോട് പറയുന്നത് ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു റിവേഷണറി ബോണസ് ആണ്. അപ്പോൾ ബോണസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ബോണസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പറയുന്നുണ്ട്, ബോണസിന് ക്യാഷായിട്ട് കൊടുക്കണേൽ നമ്മളെ ബിസിനസ് ടോട്ടൽ 15 കോടി. അപ്പോൾ 15 crore ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ക്യാഷ് ബോണസ് മേടിക്കുന്നത്? 40% ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ് ഡിസൈഡഡ് ടു ഗെറ്റ് ബോണസ് ഇൻ ക്യാഷ്. അപ്പോൾ 15 കോടിയുടെ 40% ഇൻറ്റു 40%. ഒരാൾക്ക് 1000 രൂപ ഷെയറുള്ള ഒരാൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും? 5 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഇൻറ്റു 5/1000. 15 crore ഇൻറ്റു 40% ഇൻറ്റു 5/1000. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടുക? 3 lakh എമൗണ്ട് കിട്ടും. അത് ബോണസ് ഇൻ ക്യാഷാണ്. സെക്കൻഡ് വൺ, ട്രാൻസ്ഫർ ടു ഫണ്ട്. ഫണ്ടായിട്ട് എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത്? ഫണ്ടിലേക്ക്. ഇതേപോലെ തന്നെ ബാക്കി 40% ആൾക്കാർ ക്യാഷ് മേടിച്ചാൽ ബാക്കിയുള്ളത് 60%. അപ്പോൾ 15 crore ഇൻറ്റു 60% ഇൻറ്റു അവർക്ക് എത്രയാണ്? 5 അല്ല 12 പെർ ഷെയറാണ് റിവേഷണറി ബോണസ് കിടക്കുന്നത്. 12 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ അവിടെ വരിക 10,80,000. ഇത്രയാണ് ബോണസ് വരിക. അപ്പോൾ ഇനി ജേണൽ എൻട്രികൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ ക്യാഷ് ബോണസ് കൊടുക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു ബോണസ് ഇൻ ക്യാഷ് അക്കൗണ്ട് 3 lakh. സെക്കൻഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അക്കൗണ്ട് 10,80,000. ഇത്രയാണ് 2 ജേണൽ എൻട്രികൾ. അപ്പോൾ ഈ ജേണൽ എൻട്രികളും കൂടി എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയുള്ള ആ പ്രോബ്ലം നന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു.